ഹലോ ഗായ്സ്, എപ്പിക് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് ഒരു പാറയുടെ വ്യൂ പോയിന്റിലാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മുടെ കോസ്മോസ് അണ്ണൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നിങ്ങളിങ്ങനെ വരുവാണെങ്കിൽ നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് കുമളി പോകുന്ന വഴിക്ക് അണക്കരയൊക്കെ മുമ്പായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ രണ്ട് വഴി പോകുന്ന കാണാം. അതായത് കട്ടപ്പനയിൽ നമ്മൾ കുമളിക്ക് പോകുന്ന വഴിക്ക് അണക്കര എത്തുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ആ വഴി ലെഫ്റ്റ് ഒരു ചെറിയൊരു കോൺക്രീറ്റ് വഴി കാണാം. ഒരു പാറ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ വഴി കയറി വന്നാൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ചുറ്റും നല്ല കാഴ്ചകൾ. നമ്മൾ രാമക്കൽമേടൊക്കെ പോയിട്ടില്ലേ? അപ്പോൾ രാമക്കൽമേടിൻ്റെയൊക്കെ ആ ഒരു സെറ്റപ്പ് തന്നെ ഇവിടെ വന്നാലും നമുക്ക് തോന്നിക്കും. ഇതാണ്ട് അതേപോലെ രാമക്കൽമേട്ടിലുള്ള കല്ല് പോലെ ഒരു കല്ല് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. ഓരോ യാത്രയും നമുക്ക് ഓരോരോ അനുഭവങ്ങൾ നൽകുന്നുണ്ട്. ഈ പാറയിൽ വ്യൂ പോയിന്റിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കുന്ന അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. ഇതിൻ്റെ ചുറ്റും നോക്കുവാണെങ്കിൽ നല്ലൊരു പ്രകൃതി ഭംഗി തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, എന്താ അല്ലേ ഭംഗി. അപ്പോൾ ഇതുപോലുള്ള യാത്രകളൊക്കെ നിങ്ങൾ ഇടയ്ക്ക് ചെയ്യുക. യാത്ര ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരും. നമ്മുടെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടെങ്കിൽ ഇതുപോലുള്ള വ്യൂ പോയിന്റുകളിൽ നമ്മൾ വരിക. ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ഈ പ്രകൃതി ഭംഗിയും ഇവിടുത്തെ കാറ്റും അതുപോലെ ചെറിയ മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ അതുമെല്ലാം ആസ്വദിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ ആ വിഷമങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് സന്തോഷവാനായിട്ട് തന്നെ വീട്ടിലേക്ക് മടങ്ങാം. നല്ല ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ ഒരു പാറയിൽ വ്യൂ പോയിന്റ്. എന്താ അല്ലേ ഭംഗി. ഞങ്ങളുടെ യാത്ര ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു ചാനലാണ്. അതൊരു വലിയ ചാനലാക്കി മാറ്റാൻ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ടതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. എന്താ അല്ലേ വൈബ്. പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാൻ പറ്റിയ ഒരു കിണ്ണൻ സ്ഥലം തന്നെയാണ് ഈ ഒരു വ്യൂ പോയിൻറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച കുപ്പിച്ചില്ലൊക്കെ പൊട്ടിച്ചിട്ട് ആകെ നാശകൂശമാക്കിയിരിക്കുകയാണ് ഈ ഒരു പാറയിൽ വ്യൂ പോയിൻറ്റ്. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളൊരു സ്ഥലം പോയാൽ വൃത്തിഹീനമാക്കാതെ ഇരിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. ഞങ്ങളിവിടെ വന്നിട്ട് കാണാൻ കണ്ട കാഴ്ച മൊത്തം കുപ്പിച്ചില്ലുകൾ കൊണ്ട് പൊട്ടിച്ച് അമ്മാനമായിട്ട് പോയി. ഇപ്പൊ പീസ്ഫുൾ ആയിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് വന്ന് ഇവിടെ ഇരിക്കണമെങ്കിൽ 90 ഗൈസിന്റെ കാര്യം ഒന്നും പറയുന്നില്ല. ഗൈസ് അത് ആരുടെ കുഴപ്പമില്ല, നിങ്ങളായിട്ട് തന്നെ തീരുമാനിക്കുക. സ്ഥലങ്ങൾ വൃത്തികേടാക്കാതിരിക്കുക. പിന്നെ വന്ന് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഞങ്ങളായിരിക്കാം ഈ പാറയിൽ ആദ്യമായിട്ട് വരുന്നതും. ഞങ്ങളാണ് ചിലപ്പോൾ ഞങ്ങൾ ചുമ്മാ പേരിട്ടതാ പാറയിൽ വ്യൂ പോയിന്റ്. ഞങ്ങൾക്ക് അറിയത്തില്ല ഇതിന്റെ പാറയുടെ പേരെന്നാണ്, പക്ഷെ ഞങ്ങൾ പേരിട്ടു പാറയിൽ വ്യൂ പോയിന്റ്. ഇനി ആരെയൊക്കെ വന്ന് ഇത് ഫേമസ് ആക്ക്. അല്ല, ഇവിടുത്തെ ആരെങ്കിലും കാണുന്നുണ്ടെ ഇതിന്റെ പേരൊന്ന് പറയുക, കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ സ്ഥലം ഒന്ന് പോപ്പുലേറ്റ് ചെയ്ത് എടുക്കുക. ഇവിടെ എന്ത് വൈബ് സ്ഥലമാണെന്നറിയാം. ഇവിടെ കടയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പാറയുമ്പോൾ പൊട്ടിച്ച് കളയാതെ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ വീഡിയോ എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇതൊരു ഭയങ്കര ഒരു വ്യൂ പോയിന്റ് ആയിട്ട് മാറുമെന്നാണ് എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത്. അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം കമന്റ് ഇട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഞങ്ങൾ പറഞ്ഞുതരാം. പ്രകൃതി രമണീയ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സിംഗിൾസിനും അല്ല കപ്പിൾസിനും ഒക്കെ ഒരുപാട് അല്ല എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ വലിയ മുട്ടക്കുന്നുകളും മലകളും ഒക്കെ ഉണ്ട്. നല്ല ചില്ലിങ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷെ മെയിൻ ആയിട്ടും ഇവിടെ വൃത്തികേട്ട പരിപാടി കാണിച്ചിടുന്നത് ഈ കുപ്പിച്ചില്ല് പൊട്ടിച്ച് കാലിലൊക്കെ കൊണ്ട് ഷൂട്ട് വന്നുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. സപ്പോസ് ഇപ്പം ഒരു ചെരുപ്പൊക്കെ ഇട്ട് ഊരിയിട്ട് നടക്കണം, ഈ പാറയുടെ ആ ചൂടും തണുപ്പും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിലോ വാട്ട് ഹി വിൽ ഡു. ഗായ്സ്, അങ്ങനെ നമ്മൾ പാറയിൽ വ്യൂ പോയിന്റ് ചെയ്യുന്ന വിട പറയുകയാണ്. ഇവിടെ ചെറിയ ഇടിയൊക്കെ മുഴങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ഇടിയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ
ഈ ഇടിയൊക്കെ വെട്ടുമ്പോൾ നമ്മുടെ തലയൊക്കെ പൊങ്ങി നിൽക്കുന്നോ മുടിയൊക്കെ പൊങ്ങി നിൽക്കുന്നോ ഒക്കെ നമ്മുടെ കോസ്മോസ് അണ്ണൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയുക, നമ്മുടെ ഗൈസിന് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ. മൊട്ടക്കുന്നുകളിലൊക്കെ നിങ്ങൾ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ മഴക്കാറുള്ള സമയമാണെങ്കിൽ ഇടിയൊക്കെ വെട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ മുടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടാൽ അപ്പോൾ കണ്ടം വഴി ഇറങ്ങി ഓടിക്കോണം. കിട്ടുന്ന വഴിയൊക്കെ ഓടി നിങ്ങൾ താഴെ ചെല്ലുക, ജീവൻ രക്ഷിക്കുക. ഞാൻ ഓടുകയാണ് ഗൈസ്. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, ഞാനും ഉണ്ട്, പറയണ്ട്.